ഇതില് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആളാണ് അദ്ദേഹം. ഇതിനോട് ഇപ്പോഴല്ല, ഇത് എത്രയോ പ്രാവശ്യം രഹസ്യം ഇത് നിങ്ങളെല്ലാരും അറിയിക്കാനുള്ള ശ്രമമാണ് ജോർജ് ഏട്ടൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതല്ലേ, അതായത് ഞാൻ വിവാഹിതനാകുമ്പോൾ 33 വയസ്സായി. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം KSU യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ നടന്ന് അതൊക്കെ മറന്ന് ഫുൾ ഡെഡിക്കേറ്റഡ് പാർട്ടി എൻ്റെ പീപ്പിൾ. അപ്പം അങ്ങനെ നടക്കുമ്പോഴാണ് ഇലക്ഷൻ വരുന്നത്. ആ ഇലക്ഷനിൽ ഞാൻ ഒറ്റപ്പാലം പാർലമെന്റ് മണ്ഡലമായിരുന്നു. KR നാരായണന് മുമ്പ് ഞങ്ങളെ 3 പ്രാവശ്യം MP-യും കേന്ദ്രമന്ത്രിയൊക്കെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഇലക്ഷനാണ്. സ്വാഭാവികമായിട്ട് തുളസി ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അപ്പോൾ പരിചയപ്പെട്ടതാണ് ഇലക്ഷൻ സമയത്ത്. അങ്ങനെ അവിടെ ഇടപഴകുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ ഒരു നല്ല വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നി, തിരിച്ചും തുളസിക്കും തോന്നി. അത് തന്നെ വിവാഹം. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 1 മാസം റിസൾട്ട് വരാനൊന്നും കാത്തുന്നില്ല. 1 മാസം കഴിഞ്ഞിട്ടാണ് ഇല്ല റിസൾട്ട് വന്നിട്ട് വിവാഹം ഉണ്ടായത്. പക്ഷെ ഞാൻ പറഞ്ഞ 1 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഈ ആലോചനയൊക്കെ അടുത്ത് തീരുമാനിച്ചത്. അപ്പൊ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ കല്യാണം കഴിക്കാന്നല്ല, മനസ്സിലായില്ല. ഞങ്ങള് കല്യാണം നാച്ചുറലായിട്ട് ആണ്. അതെ, ഞാൻ തന്നെ. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കണമല്ലോ. ഹംസൊന്നും ആ വഴിക്കൊന്നുമില്ല. ഞാൻ അവരെ വീട്ടുകാരായിട്ട് സംസാരിച്ചു, എന്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചു. നോർമലായിട്ട് ഒരു ലളിതമായ കല്യാണമായിരുന്നു. പക്ഷെ വന്നത് ആയിരക്കണക്കിന് ആൾക്കാരെ. അവർക്ക് ആകെ കൊടുത്തത് ചായയും ബിസ്ക്കറ്റ്. പകുതി ആകുമ്പോഴേക്കും തീറ്റും ചെയ്തു. 22 വർഷം കഴിഞ്ഞു. അപ്പോ ഇതില് എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്, തുളസിക്ക് സാധനം കിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയതുകൊണ്ടോ കിട്ടാത്തതുകൊണ്ടോ സങ്കടമോ പരിഭവമോ ആരോടും പറഞ്ഞിട്ടില്ല. പലപ്പോഴും പല അവസരം കിട്ടിയിട്ടില്ല. ഞാൻ 2000 ഇവിടെ വരുമ്പോൾ ശരത്തിനെയും ജോർജേട്ടനെയും അശോകേട്ടനെയും പരിചയപ്പെട്ട എന്താണ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. ഇവിടെ 4 വർഷം പ്രവർത്തിച്ച് ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു സ്ഥാനമില്ല. KPCCയിൽ സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്തിട്ട് 9 വർഷം നടന്നു. അപ്പോഴും ഫുൾ ടൈം പ്രവർത്തനമാണ്. അപ്പോൾ ഇടയ്ക്ക് ഡൽഹി വരുമ്പോൾ നിങ്ങളെയൊക്കെ കാണാം. ഈ സൗഹൃദവും സന്തോഷവും ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ഇനി രാഷ്ട്രീയം നോക്കിയാൽ മറ്റെല്ലാ പാർട്ടികളിലും ഞാനായിട്ട് സൗഹൃദമുള്ള എത്രയോ പേരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറിച്ചുള്ള ഒരു ആക്ഷേപം ലോക്സഭ വന്നിട്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ ആരിഫിന് ചങ്ങാതിയാണ്. അപ്പോൾ ആകെ ഒരാളേ ഉള്ളൂ, LDF. ഞാനെ വിടാൻ പറ്റുമോ? നമ്മളിവിടെ ഒരുമിച്ചല്ലേ. അപ്പോൾ ആരിഫിനും അറിയാം ഞങ്ങൾ തമ്മിൽ ഏറ്റവും വലിയ കൂട്ടുണ്ടായിരുന്നു. അത് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ ഈ സൗഹൃദവും ഈ ബന്ധമൊക്കെ നമുക്ക് എപ്പോഴും നല്ലതാണ്. കേരളത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇപ്പോഴും. പിന്നെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രോജക്റ്റുകളും പദ്ധതികളും അതിലിങ്ങനെ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനും സമയം കിട്ടിയില്ല. ആകെപ്പുള്ള പ്രശ്നം വെച്ചാൽ വീട്ടിൽ ചെന്ന പണ്ടെപ്പോഴേക്കും വീട്ടിൽ ചെന്ന ഭാര്യയെ കാണുമായിരുന്നു. അപ്പോൾ ആളെ കാണുകയും ഞാൻ തിരുവനന്തപുരത്ത് പോകുന്ന അവസ്ഥയാണ്.